സൺഡേ ആയിട്ട് പതിവ് പോലെ പുറത്തു പോകാനായിട്ട് റെഡി ആവുമ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് ഞാൻ സ്ഥിരമായിട്ട് അപ്രൂവൽ വാലിഡേഷൻ നോക്കുന്ന 2-3 പേർക്ക് അയച്ചു കൊടുക്കാനായിട്ട് വിചാരിച്ചു. അപ്പോഴാണ് എന്റെ തലയിൽ ഒരു ലൈറ്റ് ബൾബ് മിന്നിയത്. അവരുടെ അഭിപ്രായം, അവരുടെ വാലിഡേഷൻ എന്തുകൊണ്ട് എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് കണ്ടിട്ട് എന്നെ എങ്ങനെ തോന്നി എന്നുള്ള വാലിഡേഷനേക്കാൾ ഇമ്പോർട്ടന്റ് ആകുന്നു? ഞാൻ എന്താ ഒരു പേഴ്സൺ അല്ലേ, ഒരു റിയൽ ലൈവ് ഒപ്പീനിയൻ ഒക്കെ ഉള്ള ജീവിത പരിചയമുള്ള ഒരു പേഴ്സൺ അല്ലേ? അപ്പൊ എന്റെ സെൽഫ് ആയിട്ടുള്ള വാലിഡേഷൻ ഇമ്പോർട്ടന്റ് അല്ലേ? എന്തുകൊണ്ടാണ് അവരുടെ വാലിഡേഷന് ഞാൻ ഇത്ര എക്സ്ട്രാ ആയിട്ടുള്ള ഒരു മാർക്ക് കൊടുക്കുന്നത്? അവരുടെ ജഡ്ജസും ഞാൻ കക്ഷിയുമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്റെ ലൈഫിൽ? എന്റെ ലൈഫിൽ ഞാൻ തന്നെയല്ലേ ജഡ്ജ് ചെയ്യേണ്ടത്? എന്റെ ഓൺ ജഡ്ജ്മെന്റ്, എന്റെ ഓൺ വിലയിരുത്തലല്ലേ കൂടുതൽ ഇമ്പോർട്ടന്റ് ആവേണ്ടത്? ഒരു ഡ്രസ് ഇട്ട് ഒരു മേക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അപ്രൂവൽ എനിക്ക് ആരുടെയാണ് വേണ്ടത്? മറ്റൊരാളുടെ വാലിഡേഷൻ, എക്സ്റ്റേണൽ വാലിഡേഷൻ സീക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് എനിക്ക് എന്നെ പറ്റിയുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? എന്റെ ജഡ്ജ്മെന്റിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? അതെല്ലാം മാർക്ക് കിട്ടിയാൽ മാത്രമേ ജയിക്കൂ എന്നുള്ള ആ പഴയ പരീക്ഷാ പേടി തലയിൽ കിടക്കുന്നുണ്ടായിരിക്കുമോ? എന്തുകൊണ്ടൊക്കെ ആണെങ്കിലും എന്റെ വാലിഡേഷൻ, സെൽഫ് ആയിട്ടുള്ള വാലിഡേഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെ? നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വാലിഡേഷൻ ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ ഇറ്റ് ഈസ് ഓക്കെ. അത് നമുക്ക് പ്രസന്റ് ചെയ്യാം, ലോകത്തിന് മുന്നിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ സെൽഫ് വാലിഡേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മൂഡും വളരെ സ്റ്റേബിൾ ആയിരിക്കും. വേറെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിനെ പറ്റിയോ ഔട്ട്ഫിറ്റിനെ പറ്റിയോ നമുക്ക് മോശം തോന്നുകയോ, നമ്മുടെ അപ്പിയറൻസിനെ പറ്റി മോശം തോന്നുകയോ, നമ്മൾ വളരെ സന്തോഷമായിട്ട് ചെയ്ത ഒരു വർക്ക് മോശമാണെന്ന് തോന്നുകയോ, അങ്ങനത്തെ അൺസ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. സെൽഫ് വാലിഡേഷനിൽ നമ്മൾ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫ് ഒരു 100% ബെറ്റർ ആക്കാനുള്ള ഒരു വഴി.